എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഓർഡർ ചെയ്ത കൊറിയറാണ്. അതപ്പം നമുക്ക് പോയി എടുത്തിട്ട് വരാം. അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും റിവ്യൂവും ഞാൻ കാട്ടിത്തരാം. ഞാൻ ഓടിപ്പോയി അതെടുത്തിട്ട് വരാവേ. ഇവിടെ ഇരിക്കേ. A few moments later. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് നാളെ വരത്തുള്ളതാണ് പറഞ്ഞിരുന്നത്. നാളെ വരുമ്പോൾ അവരെ കൊണ്ടൊക്കെ മേലെത്തിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അതിന് മുമ്പ് സാധനം വീട്ടിലെത്തി. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇത് കൂട്ടാം. ഞാൻ എപ്പോഴും താക്കോൽ കൺഫ്യൂസ്ഡ് ആവും. കണ്ട് നിങ്ങൾക്ക് എൻ്റെ സാധനം പൊക്കി കാണിക്കാണ്. ഇതാണ് എൻ്റെ കൊറിയർ. എങ്ങനെയുണ്ട്? ഇത് ഒന്നാമതൊക്കെ എനിക്ക് തോന്നുന്നില്ല. ഇത് വീഡിയോ കറക്റ്റായിട്ട് എടുത്താൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. നമുക്കിത് പൊട്ടിക്കാം. ഇത് ആക്ച്വലി ഒരു കുഞ്ഞ് കൂൾ ഷ്രാങ്കാണ്. ഫ്രിഡ്ജ്, കുഞ്ഞ് ഫ്രിഡ്ജാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഫ്രിഡ്ജിൽ എൻ്റെ റൂമിൽ കോമൺ കിച്ചണാണ്, കോമൺ കൂൾ ഷ്രാങ്കാണ്. ഒട്ടും സ്ഥലമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം മേടിക്കാം. അപ്പം എനിക്ക് എൻ്റെ റൂമിൽ തന്നെ വെക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു. അപ്പം നമുക്കെൻ്റെ അൺബോക്സ് ചെയ്യാം. അത് കുഴപ്പമില്ല. എൻ്റെ അഡ്രസ്സൊന്നും കാണില്ല. വീഡിയോ ആരും കണ്ട് അറിയുന്നേ. യെസ്. അപ്പം ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇതൊക്കെ സൗണ്ടൊക്കെ കേട്ടു. ഇത് വലിയ കുഴപ്പമില്ലാതെ ഇത് വരണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം. കാരണം ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ആമസോണിൽ കൂടി എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുന്നത്. ഇതുവരെയായിട്ട് ഇവിടെ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഞാൻ ടീമിൽ കൂടി ഒരു ഡ്രസ്സ് മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് ആയതുകൊണ്ട് ഒത്തിരി ജോലി ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമില്ല. കപ്പോട്ടായാലും കുഴപ്പമില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിന് ഞാൻ ഏകദേശം നല്ലൊരു എമൗണ്ട് നാട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ആയത് കാരണം ഒരു ടെൻഷൻ ഉണ്ട്, ഇത് നന്നായിട്ട് വരുമോ ഇല്ലയോ. അപ്പം ഓക്കെ, ഇതെന്താ ഇതിൻ്റെ പേര്. ഓക്കെ, ഇതെന്താ? ഓക്കെ, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാനിതിനെ പുറത്തെടുക്കുന്നുള്ള ഒരു ടെൻഷനാണ് എനിക്കിപ്പോൾ. പുറത്തെടുക്കണമല്ലോ. നല്ല പാക്കേജിങ് കേട്ടോ. ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് ഗൈസ്. പുറത്തെടുക്കാൻ അറിയാം. എനിക്കും പുറത്തെടുക്കാൻ ഞാൻ വേറെ ആരെയും വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ കട്ടേണ്ടി വരും. എനിക്കറിയാം പൊക്കണമെങ്കിൽ പൊക്കി ഞാനായിട്ട് പൊക്കി നിലത്തേക്ക് നഷ്ടപ്പെടാൻ പറ്റും. ഞാൻ പൊക്കി നോക്കട്ടെ പൊക്കി തരും. പക്ഷേ ഇതാണ് എൻ്റെ കൂൾഷ്രാങ്ക്. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വെച്ച് നോക്കട്ടെ, എല്ലാ സൈഡും നോക്കട്ടെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ. കാരണം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലെ വയറിനെ പറ്റിയൊന്നും നമുക്ക് അറിയാത്ത നമ്മൾ അതിനെപ്പറ്റിയൊന്നും ബോധമിടാവേണ്ട. നമുക്ക് എന്നെ കാണാമോ? നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് കുറച്ചുകൂടെ ബാക്കോട്ട് വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതാണ് ടെൻഷനാണ്. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത പൈസ ഒരു സാധനം മേടിക്കുമ്പോൾ അത് മാക്സിമം നല്ലത് മേടിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം നഖമൊന്നുമില്ല, നഖം എല്ലാം വെട്ടി വെച്ചപ്പോൾ അത് കാരണം അതൊക്കെ ഇളക്കാൻ ഭയങ്കര കൈ കൂടെ വയ്യാത്ത കാരണം ഒരു തരത്തിൽ ഒന്നും പറയണ്ട. ഓക്കെ, തുറന്നു നോക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെയാണോ? ആട്ടോ ഉണ്ടോ, കൊള്ളാം. സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ജ്യൂസ് വെക്കാനുള്ളതും മുട്ടയൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഇതുണ്ട്. പിന്നെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളും ബുക്കും പേപ്പറും എല്ലാം ഉണ്ട് കേട്ടോ. എന്നുണ്ട്. ഇതിന് ഓപ്പൺ ആക്കി പ്ലഗ് ചെയ്തും കൂടെ നോക്കണം. ഇതിൻ്റെ വയർ എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല. അതുകൂടെ നോക്കി കണ്ടുപിടിച്ച് ഇത് കണക്ട് ചെയ്യണം. ഇതിൻ്റെ അറിയാത്ത നമുക്ക് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ വയർ എവിടെ ഞാൻ എന്തെങ്കിലും കണ്ടില്ല കേട്ടോ. വയറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഓൺ ആക്കിയിട്ട് വരാം കേട്ടോ.
വയറ് ഇതിൻ്റെ അടി തന്നെ ഉണ്ട് കേട്ടോ. അടി കുടുങ്ങി പോയതാണ്. പുറത്തോട്ടെടുത്ത് വയറൊക്കെ ഉണ്ട്, വേറെ കണ്ടുപിടിച്ചു. അപ്പം പക്ഷേ ഇത് വെക്കാനായിട്ട് ഇവിടെ എൻ്റെ ഹോസ് ആയതുകൊണ്ട് 2-3 പോയിന്റ് ഏരിയാസേ ഉള്ളൂ. ഒന്ന് എൻ്റെ ഈ ബെഡിൻ്റെ ബാക്കിലാണ്, പിന്നെ ഉള്ളത് ഇവിടെയാണ്. അപ്പം തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് ഓണാക്കി നോക്കാം. ഇത് സ്ക്രാച്ച് അല്ല കേട്ടോ, കളറാണ്. ഐ തിങ്ക് സോ പെൻസിൽ സംതിങ് ആണ്. കുത്തപ്പോൾ പോയി. അപ്പം ഫ്രിഡ്ജ് ഓക്കെയാണ്. ഓണാക്കിയും കൂടെ കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഓക്കെയാണ് അത് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഇത്രയും കുഞ്ഞ് ഫ്രിഡ്ജ് മേടിച്ചെന്ന് വെച്ചാൽ ഇനി റൂം മാറുവാണെങ്കിലും ഇവിടെ എൻ്റെ ഏരിയയിൽ ഇന്ത്യക്കാരും മലയാളികൾ ആരും ഇല്ല. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നൈജീരിയക്കാർ, ചൈനക്കാരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. ചൈനക്കാർ, ജപ്പാൻകാരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പം കൂടുതലും ഞങ്ങളിവിടെ ആകെ 20 പേരുള്ളൂ എൻ്റെ ക്ലാസ്സിൽ. ഈ ഹോസ്റ്റലാണെങ്കിലും ഞങ്ങൾ ആകെ 20 പേർക്കുള്ളൂ ഡോം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ ആരും പരിചയമായിട്ടില്ല. ഇപ്പം ഈ ആരും ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നുള്ളതുകൊണ്ട് കുഞ്ഞ് കുളിച്ചാൻ വെച്ചു. കുഞ്ഞ് ഫ്രിഡ്ജ് വെച്ചു. കാരണം ഞാനിപ്പോൾ റൂം മാറുവാണെങ്കിൽ എനിക്ക് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് ഇപ്പോൾ പൊക്കിക്കൊണ്ട് വന്ന പോലെ എനിക്ക് പൊക്കിക്കൊണ്ട് ഇറങ്ങാനും ഇപ്പോൾ പൊക്കിക്കൊണ്ട് കൊണ്ടുവരാനും പറ്റുന്ന രീതിയിൽ. പിന്നെ ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മേടിക്കുന്ന ഒരു 500 ഗ്രാം തക്കാളിയോ അല്ലെങ്കിൽ 1 കിലോ തക്കാളിയോ അല്ലെങ്കിൽ 4 മുട്ടയോ 5 മുട്ടയോ വെക്കാനും 2 കുപ്പി പാല് വെക്കാനുമാണ് ഈ ഫ്രിഡ്ജ്. ചിക്കൻ മേടിക്കണോ, മീൻ മേടിക്കണം. ഞാൻ ചിക്കനും പിന്നെ പ്രോൺസാണ് ഞാൻ കൂടുതൽ മേടിക്കാറുള്ളത്. കുറച്ച് കുഞ്ഞ് പാക്കറ്റ് 100 ഗ്രാമിൽ 200 ഗ്രാമിൽ അതൊക്കെ വെക്കാൻ ഇത് ധാരാളമാണ്. ഞാൻ ഒരാൾ കുക്ക് ചെയ്യുന്നുള്ളൂ, ഞാൻ ഒരാൾക്ക് വേണ്ടിയാണ് ഇത് ധാരാളം. അതാണ് ഈ കുഞ്ഞി പോർഷനാണ് മേടിച്ചത്. അത് ഞാൻ ഇത് ഓണാക്കാം നമുക്ക്. ഓക്കെ, ഇതിനെ ഇവിടെ നിന്ന് ഓവ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഫ്രിഡ്ജ് ഓണായി ഗൈസ്. സൗണ്ട് വന്നു ഫ്രിഡ്ജ് ഓണായി. അപ്പം ഞാൻ ഫോൺ എവിടെയും വെച്ചിട്ട് നിന്നെ കാണിക്കട്ടെ. സൗണ്ട് കിട്ടും. ബാക്കി വെട്ടമുണ്ടോ? കുറവായിരുന്നു കേട്ടോ. ഓണായി. ഇന്നത്തെ ഇതൊന്നും ഞാൻ ആക്കിയില്ല. ഒരു ട്രേയൊക്കെ വരുന്നുണ്ടല്ലോ. ട്രേയില് ഇതാണ് ഞാൻ മേടിച്ച ബ്രാൻഡ്. കംഫി എന്നാണ് തോന്നുന്നു. up to 4 hours നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, കറക്റ്റ് ടെമ്പറേച്ചർ തരാൻ വേണ്ടി. പിന്നെ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ട്രാൻസിഷൻ കഴിഞ്ഞിട്ട് വെച്ചാൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും പ്ലഗ് ഇൻ ചെയ്യരുതുണ്ട്. ആക്ച്വലി ഇത് 12 മണിക്ക് ഇവിടെ ഡെലിവറി ആയത്, 12:30 ഡെലിവറി ആയതാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണി. കറക്റ്റ് പറഞ്ഞാൽ 5 മണിക്കൂർ ഇത് വെറുതെ ഇരുന്നു. അതിനൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. 2-3 മണിക്കൂർ എടുക്കും എന്നാണ് ഇവർ പറയുന്നത് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എത്താൻ വേണ്ടി. ഇതൊക്കെ പിന്നെ അതിൻ്റെ പേപ്പറും ബുക്കുകളൊക്കെയാണ്, എനർജിയുടെ കാർഡും പറയുന്നത്. ഇതാണ് എൻ്റെ എനർജി ലെവൽ E ആണ്. ഇവിടെ ഫുഡിനാണെങ്കിലും ഈ ABCD ഉണ്ട്. വിറ്റാമിനാണോ ഗുഡാണോ ബാഡാണോ എന്നൊക്കെ കാണിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ എനർജി ലെവൽ E ഔട്ടാണ്. പിന്നെ ഇതും എനിക്കറിയാം 43 ലിറ്ററിൻ്റെ ആണ്. സൗണ്ടിൻ്റെ ഞാൻ തോന്നുന്നത് 41 dB എന്നായിരിക്കും എനിക്കറിയില്ല കേട്ടോ. ഇതിനെപ്പറ്റിയൊന്നും ആധുനികമായി എനിക്ക് അറിയില്ല. ഞാൻ നോക്കി എനിക്ക് റൂമിന് പറ്റുന്ന ഒരിത് നോക്കി ഞാൻ മേടിച്ചു. അത്രയും ഞാൻ ചെയ്തുള്ളൂ. നീ ബുക്കൊക്കെ ഒന്ന് വായിക്കണം, കാരണം കേടാക്കാൻ പറ്റില്ല. ഈ ബുക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. തൽക്കാലം 2-3 മണിക്കൂർ ഇത് ഇരിക്കണം. ഞാൻ വീട്ടിൽ വിളിച്ച് ഫ്രിഡ്ജ് കാണിച്ചില്ല, വീട്ടിൽ വിളിച്ച് ഫ്രിഡ്ജ് കാണിക്കണം. ഇത് മറ്റേ ആദ്യത്തെ വ്ളോഗ്, ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് വരുന്ന വ്ളോഗ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ വ്ളോഗ് വരിക. ഐ തിങ്ക് സോ ആണ്. കാരണം ഞാൻ അതിനകത്ത് എൻ്റെ അൺബോക്സിങ് വീഡിയോ പറയുന്നുണ്ട്. ക്ലീനിങ് കഴിഞ്ഞിട്ട് അൺബോക്സ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇത് താഴെ വെച്ചേക്കുവാൻ ഒത്തിരി നേരം താഴെ വെക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ ഓഫീസ് റൂമൊക്കെ എടുക്കാൻ. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്ന് ആരെങ്കിലും വന്ന് എടുക്കുമെന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ വന്ന പാടെ ഡ്രസ്സും കൂടി മാറാതെ ക്ലീൻ പോലും ചെയ്ത് സാധനം എടുത്ത് മണ്ടേ കൊണ്ട് വെച്ചു. ഇനി എൻ്റെ ബാഗിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയും തേങ്ങ തിന്മയും ഗ്രേറ്റഡ് കോക്കനട്ടും എടുത്ത് ഇതിനകത്ത് വെക്കണം. എന്നിട്ട് വേണം സാധനം മേടിക്കുമ്പോൾ 8 മണിക്ക് മുന്നേ സാധനം മേടിക്കാൻ പോകണം. വീട്ടിൽ പോയി കുറച്ച് സാധനം മേടിക്കുന്നുണ്ട്. അതിൻ്റെ ഷോപ്പിംഗ് ബ്ലോഗ് ഞാൻ വേണോ വേണ്ടതെന്ന് നിങ്ങൾ പറ. എന്തായാലും ഞാൻ ചിലപ്പോൾ ഇന്ന് എടുക്കും ഷോപ്പിംഗ് ബ്ലോഗ്, അല്ലെങ്കിൽ വേറെ ദിവസത്തേക്ക് ഞാൻ എടുക്കാം. നിങ്ങൾ പറ ഷോപ്പിംഗ് ബ്ലോഗ് വേണോ, അതാകുമ്പോൾ ഇതിൻ്റെ വിലയും കമ്പാരിസണും എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെയൊക്കെ പറയാം. എൻ്റെ ഒരു ഞാൻ ഇവിടെ വന്നിട്ട് 8 മാസമാകുന്നു. ഈ 8 മാസത്തെ എക്സ്പീരിയൻസിൽ എനിക്കിപ്പോൾ ഒരു ഇതുണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിൽ നിന്ന് ഞാൻ സാധനം മേടിക്കാം. അത് എങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഷോപ്പിംഗ് ബ്ലോഗ് പറഞ്ഞു. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയൂ. എൻ്റെ വീഡിയോ ഇതിപ്പോൾ സെക്കൻഡ് വീഡിയോ ആയിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ സെക്കൻഡ് വീഡിയോ കണ്ട് ഫസ്റ്റ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും താങ്ക് യു. ഇതേപോലെ തന്നെ കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ കൊണ്ട് നടിച്ചേക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ, ചാവ് ചാവ്.